ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മളൊരു ഹാൻഡ് റെയിലാണ്. ഹാൻഡ് റെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വുഡൻ ഹാൻഡ് റെയിലുണ്ട്, സ്റ്റീൽ ഹാൻഡ് റെയിലുണ്ട്, GI ഹാൻഡ് റെയിലുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഹാൻഡ് റെയിൽ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു GI ഹാൻഡ് റെയിലാണ്. GI ഹാൻഡ് റെയിൽ എന്ന് പറയുമ്പം നമുക്ക് സാധാരണ അതങ്ങനെ ചെയ്യാറില്ല. കൂടുതലും സ്റ്റീലും വുഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഒരു വൈറ്റ് തീമാണ്, നമ്മൾ ഈ വീടിന് ഫുൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വൈറ്റ് തീമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ആൻഡ് വുഡ് എന്നുള്ളൊരു തീം വന്നേക്കുന്നത് കൊണ്ട് തന്നെ ഈ ഹാൻഡ് റെയിൽ നമുക്കൊരു വൈറ്റ് ഓട്ടോ കോട്ട് പെയിൻ്റ് അടിച്ച് അങ്ങനെ ഒരു വൈറ്റ് മോഡൽ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്. പക്ഷേ ഇത് വളരെ രസകരമാണ്. ഈ വീടുമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ ഉദ്ദേശിച്ച അതേ ഒരു വ്യൂ കിട്ടി. ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലൂടെ കറങ്ങി കയറി പോകുന്ന ഒരു ഹാൻഡ് റെയിലാണ്. നമുക്ക് ഇവിടെ നോക്കി കഴിയുമ്പോൾ താഴെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാം. സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിൽ കൂടിയാണ് ഈ സ്റ്റെയർ കയറി പോകുന്നത്. അപ്പോൾ ആ ഹാൻഡ് റെയിലും അതിനെ ഇങ്ങനെ കവർ ചെയ്ത് കയറി പോകുമ്പം വളരെ രസകരമായിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം നമുക്ക്. അത് ചെയ്തു വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചു, ഇതെന്താണ് ഇത്ര നല്ലൊരു വീട് വന്നിട്ട് ഇങ്ങനെ GI കൊണ്ട് ഹാൻഡ് റെയിൽ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. സ്റ്റീലും വുഡൊക്കെ ഗ്ലാസും വുഡൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച തീം അത് വൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരിതൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ അത് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആളുകളുടെ സംശയങ്ങളെല്ലാം മാറ്റിക്കൊണ്ടാണ് അത് ഫിനിഷ് ചെയ്തപ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടായത്. ഇത് ചെയ്തപ്പോൾ വളരെ രസമാണ്. കാരണം നമുക്കതിനകത്ത് വെറുതെ ഹൊറിസോണ്ടൽ ബാർസ്, അതായത് ബാലുസ്റ്റേഴ്സ് ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന റെയിലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാലുകൾക്കാണ് ബാലുസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതെല്ലാം വെർട്ടിക്കലാണ്. അതിനെ ഈ ടൈലിൽ GI റെയിൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ചെയ്യണം, ടൈലിടുന്നതിന് മുമ്പ് നമ്മൾ GI റെയിൽസ് ചെയ്യണം. അപ്പോൾ ടൈല് വരുമ്പോൾ ഇതിൻ്റെ ചുറ്റും കട്ട് ചെയ്ത് വരുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇതിന് അധികം കാലുകൾ നമ്മൾ ഓരോ സ്റ്റെപ്പിൽ നിന്നും കാലുകൾ കൊടുക്കരുത്. ഓരോ സ്റ്റെപ്പിൽ നിന്നും കാലുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാലുകളെ എല്ലാം നമ്മൾ ടൈല് കട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള 2 പോസ്റ്റുകൾ നമ്മൾ 2 ലാൻഡിങ്ങുകളിൽ കൊടുത്തു. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ മെമ്പർ കൊടുത്തു. അതിൽ നിന്നാണ് ബാലുസ്റ്റേഴ്സ് എല്ലാം പോയിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ചെറിയൊരു റൗണ്ട് ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള 2 സിലിണ്ടറുകൾ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്ത് മുകളിലൊരു റെയിൽ ഒന്നുകൂടി കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് പല രീതിയിൽ പല ഡിസൈനുകളിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളിൽ നിന്നും സപ്പോർട്ട് കാലുകൾ ബാലുസ്റ്റേഴ്സ് കൊടുക്കാൻ ശ്രമിക്കരുത്. പകരം 1-2 ഇടത്ത് ലാൻഡിങ്ങിൽ മാത്രം കൊടുത്തതിന് ശേഷം അതിനെ കണക്ട് ചെയ്ത് ആ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ കൊടുത്ത് അതിൽ നിന്ന് വേണം കാലുകൾ കൊടുക്കാൻ. ഇപ്പോൾ കാണാൻ കഴിയും നിങ്ങൾക്ക്, ഇതൊന്നും നിലത്ത് തൊട്ടിട്ടില്ല. നിലത്ത് തൊട്ടിരിക്കുന്ന ആകെ മെയിനായിട്ടുള്ള കാലുകൾ മാത്രമാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ റെയിൽ ചെയ്യാം. അത് കൂടാതെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റേ റെയിലുകളേക്കാൾ ഒരുപാട് ചിലവ് കുറവുണ്ട്. ഓട്ടോ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധവുമുണ്ട്. കാരണം ഓട്ടോ പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ കൈ പിടിക്കുന്ന സ്ഥലത്ത് അഴുക്ക് വരാം. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് കരിമ്പൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ ഇത് ഓട്ടോ പെയിൻറ്റ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി ഒരു അസാധ്യമാണ്. ഇതിന് വൈറ്റ് മാത്രമല്ല, ഗോൾഡൻ തീം കൊടുക്കാം. നമ്മൾ ഈ വീടിന് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ഗോൾഡൻ തീം വുഡ് തീമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഫോളോ ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളി. ഫോളോ ചെയ്ത് നോക്കൂ.